ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. കുമ്പളങ്ങ കൊണ്ട് ഇതുപോലൊരു കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? തേങ്ങയുമില്ല തൈരുമില്ല എന്നിട്ടും ഇത്രയും സ്വാദോ എന്ന് കഴിച്ചവർ തന്നെ ചോദിക്കും. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി വെറും 5 മിനിറ്റിൽ ചോറിന് ഒരു കിടിലൻ കൂട്ടാൻ റെഡി. ഈ കറിയുടെ രുചി ഒരിക്കൽ അറിഞ്ഞാൽ പിന്നെ കുമ്പളങ്ങ വാങ്ങുമ്പോഴെല്ലാം ഇത് തന്നെയാകും ആദ്യം ഓർമ്മ വരിക. അവസാനം ഞാൻ പറയുന്ന ഒരു ചെറിയ ടിപ്പ് കൂടി ചെയ്താൽ ഈ കറിയുടെ രുചി ഇരട്ടിയാകും. അതുകൊണ്ട് ആ ടിപ്പ് മിസ് ചെയ്യരുത് കേട്ടോ. കിലോ കുമ്പളങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ കട്ടാക്കി എടുക്കാം. നല്ല കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇത് ബൗളിലോട്ട് ചേർത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് 1/2 കപ്പ് പരിപ്പാണ് കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താൽ നമുക്ക് കറി ഉണ്ടാക്കാൻ സിമ്പിൾ ആൻഡ് ഈസിയാണ്. അപ്പോൾ ഇതൊരു 1/4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ. ഇതൊന്ന് നന്നായി കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇനി ഒരു കുക്കർ വെച്ചെടുത്തിട്ട് അതിലോട്ട് ഇതാ പരിപ്പ് കഴുകിയിട്ട് കേട്ടോ ചേർത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ കുമ്പളങ്ങ കഷ്ണങ്ങളും ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് നല്ല പഴുത്തൊരു തക്കാളിയാണ് ചേർത്തി കൊടുക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പകുതി കട്ടിയിട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് ചേർത്തി കൊടുക്കുന്നത്. നല്ല എരിവുള്ള അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഒന്നേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് പുളിയാണ് കേട്ടോ. പുളി ഇതാ ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. അതൊന്ന് പിഴിഞ്ഞ് നമുക്കതിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ഇതിൽ ചേർത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്തി കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പുളി ഒഴിച്ചതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ തക്കാളിയുടെ പുളിയൊക്കെ കാരണം നിങ്ങളിത് വെന്ത് കിട്ടുമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടും. അതിനാണ് നമ്മൾ പരിപ്പൊക്കെ ആദ്യം നമ്മൾ കുതിർത്തിയെടുത്തത്. 2 വിസിലടിച്ചാൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 വിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് ഇതാ വെന്ത് കിട്ടും. അപ്പോൾ ഏറൊക്കെ പോയിട്ട് ഇതാ തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ പരിപ്പും അതുപോലെ കുമ്പളങ്ങ കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് ഒന്നൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കറി ഒന്ന് നമുക്കൊന്ന് കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. തിരക്കുള്ള ദിവസങ്ങളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയല്ലോ. അധികം സമയം വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പാം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയാണ് കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിയെടുക്കാം. ഞാനിതാ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്കൊരു മെയിനായിട്ട് ഇതാ കുറച്ച് താളിപ്പും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. 1/2 ടീസ്പൂണോളം കടുകും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം ചേർത്തി കൊടുക്കാം. ഇനിയൊരു ടിപ്പ് ഉണ്ട് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. 2 ടീസ്പൂണോളം നമ്മുടെ തേങ്ങ ചെറിയതാണ് ചേർത്തി കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അതൊന്ന് വറുത്തെടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ചെറിയ ടിപ്പ് മാത്രം ചെയ്താൽ കറിക്ക് നല്ല മണവും സ്വാദും കിട്ടും. ഒരിക്കൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇനി നമ്മുടെ കറിയിലോട്ട് നമുക്ക് ഇത് താളിപ്പ് ഒഴിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരക്കാനോ തൈര് ചേർക്കാനോ ഒന്നും ആവശ്യമില്ല. എന്നിട്ടും രുചിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല കേട്ടോ ഈ കറിക്ക്. സമയം കുറവുള്ള ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യാവുന്ന ഒരു കിടിലൻ കുമ്പളങ്ങ കറിയാണിത്. തുടക്കക്കാർക്കും അതുപോലെ ബാച്ചിലേഴ്സിനും ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും സിമ്പിളായിട്ട് രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഈ കുമ്പളങ്ങ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇത്തരത്തിലുള്ള സൂപ്പർ റെസിപ്പികൾക്കായിട്ട് ഇറ്റ്സ് ബിയാസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കല്ലേ. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും നാളെ 2 മണിക്ക് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.